എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങൾ ഉള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം നാളെ നടക്കും. ബുധനാഴ്ച ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് മത്സരം. ഈ പരമ്പര 2025-ലെ ഇന്ത്യയുടെ ആദ്യ T20 അസൈൻമെന്റായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വിജയത്തോടെ ഈ പരമ്പര തുടങ്ങാനാണ് നോക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഒരു T20 പരമ്പര പോലും തോറ്റിട്ടില്ലാത്ത ഇന്ത്യ അത് തുടർന്ന് കൊണ്ടുപോകാനും ശ്രമിക്കും. മലയാളി താരം സഞ്ജു സാംസണും പേസർ മുഹമ്മദ് ഷമിയും ടീമിൽ തിരിച്ച് എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4 മത്സരങ്ങൾ ഉള്ള പരമ്പരയിൽ ഇന്ത്യയുടെ അവസാന മത്സരങ്ങളിൽ സാംസൺ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. പരമ്പരയിൽ 2 ഡക്കുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2 മിന്നുന്ന സെഞ്ചുറികളും അദ്ദേഹം നേടി. അതിനു മുമ്പ് ബംഗ്ലാദേശിനെതിരെയും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയും സമാനമായ പ്രകടനമാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ഇറങ്ങും. മൂന്നാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 4-ാം നമ്പറിൽ തിലക് വർമ്മ എത്തും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ 2 കളികളിലും തിലക് അപരാജിത സെഞ്ചുറികൾ അടിച്ചിരുന്നു. 5-ാമനായി റിങ്കു സിംഗ് ഇറങ്ങും. സമീപകാലങ്ങളിലായി അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത റിങ്കുവിന് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ തന്റെ ഫിനിഷിംഗ് കഴിവുകൾ ഒന്നുകൂടി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ 3 ഓൾറൗണ്ടർമാർ ഉണ്ടായിരിക്കും. ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, നിതീഷ് ടെഡ്ഡി എന്നിവരാണ് അവർ. 3 കളിക്കാർക്കും ബാറ്റും പന്തും ഉപയോഗിച്ച് ഒരു കളിയുടെ ഗതി മാറ്റാൻ കഴിയും. ബൌളിംഗിൽ ഇന്ത്യയ്ക്ക് 2 സ്പെഷ്യലിസ്റ്റ് പേസർമാരും ഒരു സ്പിന്നറും ഉണ്ടാകും. 2023 നവംബറിന് ശേഷം ഇന്ത്യക്കായി തന്റെ ആദ്യ മത്സരം കളിക്കാൻ ശ്രമിക്കുന്ന പേസർ മുഹമ്മദ് ഷമി ടീമിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുകയാണ്. വരുൺ ചക്രവർത്തി സ്പിൻ ആക്രമണത്തിന് നേതൃത്വം നൽകുമ്പോൾ ഇടങ്കയ്യൻ പേസർ അർഷ്ദീപ് സിംഗ് ആക്രമണത്തെ നയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം T20 ലോകകപ്പ് സെമിഫൈനൽ കളിച്ചപ്പോഴാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും അവസാനമായി പരസ്പരം T20 കളിച്ചത്. ആ കളിയിൽ ഇംഗ്ലണ്ടിനെ പൂർണ്ണമായും പുറത്താക്കി ഇന്ത്യ 68 റൺസിന് വിജയിച്ചു. 2014 ശേഷം ഇന്ത്യക്കെതിരായ ആദ്യ T20 പരമ്പര വിജയമാണ് ജോസ് ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മറുവശത്ത് അടുത്ത മാസങ്ങളിൽ T20-യിൽ ഇന്ത്യ ഏതാണ്ട് തോൽവിയെറിഞ്ഞിട്ടില്ല. ലോകകപ്പ് വിജയത്തിന് ശേഷം സൂര്യകുമാർ യാദവ് ടീമിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ ഒരു T20 പരമ്പരയും തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.